നമസ്കാരം. റിതംസ് ഹിപ്പ് ഹോപ്പ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. നമ്മൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ പഠിച്ചത് പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ പുതിയ ഓരോ എപ്പിസോഡിലേക്കും യാത്ര തുടരുന്നത്. എല്ലാവരും നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വൈഡായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പോൾ നമ്മളത് സ്ഥിരം കേൾക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ മാത്രമേ നമുക്കത് നമ്മളിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ ഒരു പാട്ടിട്ട് വെറുതെ ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ആധികാരികമായി അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല, നമ്മുടെ മാസ്റ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജേഷിനെ വളരെ സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മൾ എന്താണ് പറയാൻ പോകുന്നത്? ടീച്ചറെ, നമ്മൾ ഇത്രയും ദിവസം പഠിച്ചത് ഗ്രൂവിൻ്റെ ആയിരുന്നല്ലോ. ഇന്ന് മൂന്നാമത്തെ ക്ലാസ് ആണ് ഗ്രൂവിൻ്റെ. ആദ്യമേ നമ്മൾ ഗ്രൂവിൻ്റേത് ആ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചുള്ളതാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് അതേ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ജമ്പ് ചെയ്ത് കാല് സ്വിച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ മാറ്റിയുള്ളതാണ് ചെയ്തത്. ഈ മൂന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്യും. അത് റൈറ്റിലോട്ട് ചെയ്യുന്നതും പഠിക്കും, ഫ്രണ്ടിലോട്ടും പഠിക്കും, ലെഫ്റ്റിലോട്ടും പഠിക്കും, ബാക്കിലോട്ടും പഠിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ മൂവ് ചെയ്യുക വിത്ത് ഗ്രൂവ്. ഹൗ ടു മൂവ്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഗ്രൂവ് ചെയ്തുകൊണ്ട് എങ്ങനെ മൂവ് ചെയ്യാമെന്നുള്ളതായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കമൻറ്റിൽ ചോദിക്കണം. ഇപ്പം നിങ്ങൾ കുറച്ച് ഈ വൊക്കാബുലറി എന്ന് പറഞ്ഞ ഹിപ്പ് ഹോപ്പിൻ്റെ ആരും കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ചിലപ്പം നിങ്ങൾക്ക് ബോറിംഗ് ആയെന്ന് വരാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് കുഴപ്പമില്ല. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ അത് ഓടിച്ചു വിടാതോ അത് ചോദിക്കുക. നിങ്ങളെ സഹായിക്കാനാണ് ഞങ്ങൾ വരുന്നത്, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും വേർഡ്സോ വൊക്കാബുലറിയോ ടേംസോ എന്തെങ്കിലും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അത് മനസ്സിലായില്ല, അപ്പോൾ നമ്മൾ അടുത്ത സെഷൻ വരുമ്പം അതിനെപ്പറ്റി ബ്രീഫായിട്ട് പറയുക. അത് ജസ്റ്റ് നമ്മൾ ആ ഡൗട്ട് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമേ പഠിച്ചത് ഗ്രൂവിൻ്റെ ആദ്യമേ നിൽക്കുന്ന സ്ഥലത്തുള്ളതായിരുന്നു. ആദ്യമേ നമ്മൾ നിൽക്കുന്നത് പഠിച്ചു. നമ്മൾ ജെറി സാർ ആദ്യമേ നമ്മുടെ ഫൗണ്ടേഷൻസ് ഓഫ് ഹിപ്പ് ഹോപ്പ് പറഞ്ഞപ്പോഴത്തേക്ക് ഗ്രൂവ്സും ബൗൺസും എല്ലാം പറഞ്ഞപ്പം അവിടെ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് ചെയ്യുന്ന പഠിച്ചു, ലെഫ്റ്റ് ചെയ്യുന്ന പഠിച്ചു, ഫ്രണ്ട് പഠിച്ചു, ഓക്കെ, ദെൻ ബാക്ക് പഠിച്ചു. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ ജമ്പ് ചെയ്യുക വിത്ത് ബൗൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പല്ല, നമ്മൾ ജമ്പ് ചെയ്യുമായിരുന്നു. ജമ്പ് ചെയ്തു, ഗ്രൂവ് ചെയ്തു, സ്വിച്ച് ചെയ്തു. സ്വിച്ച് ചെയ്യുന്ന പറഞ്ഞാൽ എന്തുമായിരുന്നു? ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അവിടെയും നമ്മൾ ഗ്രൂവ് ചെയ്തു, ദെൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മൾ ക്യാച്ച് ചെയ്തു, അവിടെയും ഗ്രൂവ് ചെയ്തു, ദെൻ ബാക്ക് ടു പൊസിഷൻ വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നാളും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മൾ പൊസിഷൻസ് ചേഞ്ച് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഈ മൂന്നാമത്തെ സെഷൻ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വിത്ത് ഗ്രൂവ് നമുക്ക് എങ്ങനെ നമുക്ക് പൊസിഷൻസ് ചേഞ്ച് ചെയ്യാമെന്നോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ വോക്ക് ചെയ്യുക. ഫസ്റ്റ് ഞാൻ വോക്കിംഗ് പാറ്റേൺ ആണ് പറയുന്നത്. ഫസ്റ്റ് വോക്കിംഗ് പാറ്റേൺ എന്ന് പറയുമ്പോൾ നമ്മൾ വോക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് വന്നു. ഓക്കെ, 4 സ്റ്റെപ്പ് നമ്മൾ ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്തു, ദെൻ 4 സ്റ്റെപ്പ് ബാക്കിലോട്ട് മൂവ് ചെയ്യണം. 1 2 3 4. നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ നമ്മൾ തിരിച്ചു വന്നു. ഓക്കെ, ഇത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിലോട്ട് മൂവ് ചെയ്തു, റൈറ്റ് ലെഫ്റ്റ് വന്നു. എഗെയിൻ നമ്മൾ എങ്ങനെ പോയി? റൈറ്റ് ലെഫ്റ്റ് വന്നു. ഇനി നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് വോക്ക് ചെയ്യുക. റൈറ്റിലോട്ട് വോക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ നമ്മുടെ റൈറ്റ് ലെഗ് ഓപ്പൺ ചെയ്തു, ലെഫ്റ്റ് വെച്ച് ക്ലോസ് ചെയ്തു, എഗെയിൻ റൈറ്റ് വെച്ച് ഓപ്പൺ ചെയ്തു, ലെഫ്റ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ബാക്ക് ടു പൊസിഷൻ വരിക. ലെഫ്റ്റ് വെച്ച് ഓപ്പൺ ചെയ്തു, റൈറ്റ് വെച്ച് ക്ലോസ് ചെയ്തു, എഗെയിൻ ലെഫ്റ്റ് വെച്ച് ഓപ്പൺ ചെയ്തു, റൈറ്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ റൈറ്റ് ഡയറക്ഷൻ തീർന്നു. ഇനി നമ്മൾ ലെഫ്റ്റിലോട്ട് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് ചെയ്യുന്നത് എപ്പോൾ എങ്ങനെയാണ്? ലെഫ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഓപ്പൺ ചെയ്തു, ദെൻ വിത്ത് റൈറ്റ് ക്ലോസ് ചെയ്തു, എഗെയിൻ ലെഫ്റ്റ് വെച്ച് ഓപ്പൺ ചെയ്തു, റൈറ്റ് ക്ലോസ് ചെയ്തു, ദെൻ ബാക്ക് ടു പൊസിഷൻ. എങ്ങനെ പോയി? റൈറ്റ് ഓപ്പൺ ചെയ്തു, ലെഫ്റ്റ് ക്ലോസ് ചെയ്തു, റൈറ്റ് ഓപ്പൺ ചെയ്തു, ലെഫ്റ്റ് ക്ലോസ് ചെയ്തു. ഞാൻ സ്പീഡിൽ കാണിക്കുന്നില്ല, ഇപ്പം ഞാൻ ജസ്റ്റ് വോക്കിംഗ് പാറ്റേൺസ് ആയിരുന്നു കാണിച്ചത്. നിങ്ങൾ ഓർത്താൽ മതി, ക്രോസ്, ജീസസ് ക്രിസ്റ്റിൻ്റെ ക്രോസ് പോലെ നമ്മൾ ആദ്യമേ ഫ്രണ്ട് വിത്ത് ഗ്രൂവ് ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 1 2 3 4 ഈ പൊസിഷൻ വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇനി നമുക്ക് ബാക്കിലോട്ട് മൂവ് ചെയ്യണം. 1 2 3 4. Okay, then we have to move back. 1 2
3 4 5 6 7 8. ഇനി വിത്ത് ഗ്രൂവ് നമ്മൾ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കോംബോ ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം എങ്ങനെ ചെയ്തു? 1 2 3 4 5 6 7 8. ഇതായപ്പോൾ സെൻട്രലായി. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ലെഫ്റ്റിലോട്ടാണ്. ഓക്കെ, 1 2 3 4 5 6 7 8. അപ്പോൾ നമ്മളിനി വിത്ത് ഗ്രൂവ് വിത്ത് സ്റ്റൈൽസ്. നിങ്ങൾ പിന്നെ ഒരു കാര്യം വിചാരിച്ചോണം, നമുക്ക് ആ സ്റ്റൈല് കിട്ടണമെന്നില്ല. ഇപ്പം ജസ്റ്റ് നമുക്കിപ്പം ഗ്രൂവ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം, സ്റ്റൈൽസ് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് എല്ലാ ഇൻസ്ട്രക്ടേഴ്സും പറയുന്നത് കീപ് പ്രാക്ടീസിങ്. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നോ, എത്ര നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ, അപ്പോഴും നിങ്ങൾക്ക് ഈ സ്റ്റൈൽസ് ക്യാപ്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് കിട്ടും. സ്റ്റെപ്പ് ഇപ്പോഴാണെങ്കിലും ഒരു 5 മിനിറ്റ് കിട്ടും, പക്ഷേ നിങ്ങൾക്ക് ആ സ്റ്റൈൽ കിട്ടത്തില്ല. സ്റ്റൈൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പ്രാക്ടീസ് ചെയ്യുന്നോ അപ്പോഴേ അത്രയും നിങ്ങൾക്ക് സ്റ്റൈൽ അത്രയും നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളിനി വിത്ത് സ്പീഡ് ടെമ്പോ നമ്മൾ കറക്റ്റ് ടെമ്പോയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, 3 2 1 ഗോ. 1 2 3 4 5 6 7 8 ബാക്ക്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. അപ്പോൾ ഇനി നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്യുക, നിങ്ങളെല്ലാം ചെയ്ത് നോക്കണം. ഓക്കെ, 3 2 1 ഗോ. 1 2 3 4 5 6 7 8 ബാക്ക്. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 ലെഫ്റ്റ്. 1 2 3 4 5 6 7 8. നമ്മൾക്ക് ഈ സ്റ്റെപ്സ് നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മൾ മൂവ് ചെയ്ത് സ്റ്റെപ്സ് ചെയ്യുന്ന രീതിയാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നമ്മളിപ്പോൾ ചെയ്തപ്പോൾ 4 കൗണ്ട്സ് ആണ് ഒരു വശത്തേക്ക് നമ്മൾ ചെയ്തത്. നോർമലി നമ്മൾ 4 കൗണ്ട് ആണോ ചെയ്യുന്നത്, അതിൽ കൂടുതൽ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണോ? അങ്ങനെയല്ല ടീച്ചർ, നമുക്ക് ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്യുക. നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള പൊസിഷൻ, നമ്മൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന് നമ്മൾ വേറൊരു പ്ലേസിലായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് നടത്തുക. അപ്പം നമുക്കിപ്പം അത് 1 ചെയ്തെന്ന് വരാം, 2 ചെയ്യാം, 3 ചെയ്യാം, 4 ചെയ്യാം. എത്ര കൂടുതൽ ചെയ്യുന്നു അവർക്ക് അത്രയും ആ ഒരു ഫ്ലോയും സ്റ്റൈലും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളൊരു ബേസിക് 8 കൗണ്ട് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് 4 കൗണ്ട് ഈച്ച് ആൻഡ് എവറി ഡയറക്ഷൻ ക്യാച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് 1 വേണേലും ചെയ്യാം, അതിൽ കൂടുതൽ വേണേലും ചെയ്യാം. ഓക്കെ, മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ച ഈ മൂവിങ് സ്റ്റെപ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു മൂവ്മെൻറ്റുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നന്ദി.